നിർണായകമായ വാർത്ത ഈ നിമിഷം വരുന്നു. രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, അങ്ങനെ രഞ്ജിത്തും രാജിവെച്ചു. പൂജ, ബംഗാളി ചലച്ചിത്ര താരത്തിന്റെ ആരോപണത്തിന് വിധേയനായ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ തൽസ്ഥാനം രാജിവെച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഗൗരവമായ, ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത അതാണ്. സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. ഗുരുതരമായ ആരോപണത്തെ തുടർന്ന്, ഒരു നടിയിൽ നിന്ന് ഉയർന്ന ആരോപണത്തെ തുടർന്നാണ് രാജി. ഈ ആരോപണം വന്നതിന് പിന്നാലെ തന്നെ രഞ്ജിത്തിന്റെ രാജിക്ക് വേണ്ടി വലിയ സമ്മർദ്ദം ഉയർന്നിരുന്നു. രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് സാംസ്കാരിക മന്ത്രി അടക്കം രംഗത്ത് വന്നിട്ടും വലിയ സമ്മർദ്ദമാണ് പൊതുസമൂഹത്തിൽ നിന്നും വിവിധ കോണുകളിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നുമൊക്കെ ഉയർന്നത്. തുടർന്ന് ഇന്നലെ സർക്കാർ രഞ്ജിത്ത് രാജിവെക്കട്ടെ, രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കട്ടെ എന്നുള്ള നിലപാടിലേക്ക് എത്തുകയായിരുന്നു. ഇന്നലെ വയനാടായിരുന്നു രഞ്ജിത്ത് ഉണ്ടായിരുന്നത്. അവിടെ ഇതുവരെയും അവിടെ ഒരു പ്രതികരണം രഞ്ജിത്തിൻ്റെ ഭാഗത്ത് നിന്ന് പരസ്യ പ്രതികരണം ഉണ്ടായിരുന്നില്ല. ഇന്നലെ CPM-നുള്ളിലും CPI-യും ശക്തമായ നിലപാടാണ് രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ എടുത്തത്. ഒടുവിൽ രാജിയല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇന്നലെ വൈകിട്ട് രാജിവെക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ അതുണ്ടായില്ല. ഇന്നിപ്പോൾ രാവിലെ രഞ്ജിത്ത് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു. വലിയ സമ്മർദ്ദമായിരുന്നു രഞ്ജിത്തിന് മുകളിൽ ഉണ്ടായിരുന്നത്. ഗുരുതരമായ ആരോപണമാണ് രഞ്ജിത്ത് നേരിട്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ബംഗാളി ചലച്ചിത്ര താരം ശ്രീലേഖ മിത്ര രഞ്ജിത്തിനെതിരെ പലേരി മാണിക്യത്തിൻ്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ട സംഭവം പുറത്തു പറഞ്ഞത്. ഇതാണ് രഞ്ജിത്തിൻ്റെ രാജിയിലേക്ക് നയിച്ചിരിക്കുന്നത്. പൂജ, ചെറിയ പ്രശ്നമൊന്നുമല്ലായിരുന്നു അനന്തൻ. ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നു, അതിനുശേഷം രാജി ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം രാവിലെ മന്ത്രി പറഞ്ഞതിന് ശേഷം, സജി ചെറിയൻ പറഞ്ഞതിന് ശേഷം അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ രഞ്ജിത്തിന് മേൽ മാത്രമല്ല, സർക്കാരിന് വരെ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു അല്ലേ? എത്രത്തോളം പ്രശ്നങ്ങൾ, എത്രത്തോളം ചർച്ചകൾ ഇതിനോടകം തന്നെ ഈ രഞ്ജിത്തിന്റെ രാജിയുമായി മാത്രം ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായിരുന്നു അനന്തൻ? തീർച്ചയായിട്ടും രഞ്ജിത്തിനെ പരമാവധി രഞ്ജിത്തിൻ്റെ രാജിയിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രഞ്ജിത്തിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയായിരുന്നു. ബംഗാളി താരത്തിൻ്റെ ആരോപണത്തെ തീർത്തും തള്ളിക്കളയുന്ന നിലപാടായിരുന്നു സജി ചെറിയാൻ ആദ്യം ഉണ്ടായിരുന്നത്. ആരോപണം ഉന്നയിക്കപ്പെടുന്നതിൻ്റെ പേരിൽ കേസെടുക്കാനോ അല്ലെങ്കിൽ രാജിവെക്കാനോ കഴിയില്ല. ആ ആരോപണം പിന്നീട് തെറ്റെന്ന് തെളിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള വിചിത്രമായ ന്യായങ്ങളായിരുന്നു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതിരോധമായി ഉണ്ടായിരുന്നത്. എന്നാൽ തുടർന്ന് CPM-ലെ വനിതാ നേതാക്കൾ അടക്കം ശക്തമായ നിലപാടിലേക്ക് പോയി. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കട്ടെ എന്നുള്ള നിലപാടിലേക്ക് പോയി. രഞ്ജിത്തിന് ഒരു ഘട്ടത്തിലും സ്വയം ന്യായീകരിച്ച് നിലനിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. രാഷ്ട്രീയമായ സമ്മർദ്ദം അതിലേറെ ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും ഇന്നിപ്പോൾ രാവിലെ രഞ്ജിത്ത് തൻ്റെ രാജി തീരുമാനം അറിയിച്ചിരിക്കുന്നു, പരസ്യമായി തന്നെ അറിയിച്ചിരിക്കുന്നു. മാത്രമല്ല രാജിക്കത്ത് കൈമാറുകയും ചെയ്തു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് ഇപ്പോൾ മാറി നിൽക്കുകയാണ്, രാജിവെച്ചിരിക്കുകയാണ്. ബംഗാളി താരത്തിൻ്റെ ആരോപണം, അതായത് തന്നെ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി സമീപിച്ചു, തൻ്റെ ശരീരത്തെ തെറ്റായ രീതിയിൽ സ്പർശിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ബംഗാളി താരം പുറത്തു പറഞ്ഞത്. ഇത് വലിയ സമ്മർദ്ദമാണ് സർക്കാരിനും ഉണ്ടാക്കിയത്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മൊഴികളിൽ നിയമ നടപടി കഴിഞ്ഞ 4 വർഷമായി നടത്തിയില്ല എന്നുള്ള ആരോപണം സർക്കാരിനെതിരെ ഉയർന്നു. സർക്കാർ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് പൊടുന്നനെ അപ്രതീക്ഷിതമായി രഞ്ജിത്തിനെതിരെ കൂടിയുള്ള ഒരു ആരോപണം ഉയരുന്നത്. രഞ്ജിത്താണ് ഒരു സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായി. രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നു സർക്കാർ എന്നുള്ള ഒരു പ്രതീതി ഇന്നലെ മുഴുവൻ ഉണ്ടായിരുന്നു. ഉച്ചയോടുകൂടി മുഖ്യമന്ത്രിയും രഞ്ജിത്തിനെ കൈവിടുന്ന സ്ഥിതിയിലേക്ക് പോയി. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനിക്കട്ടെ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയും ആശയവിനിമയവും ഒക്കെ നടന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഒടുവിൽ രഞ്ജിത്തിൻ്റെ രാജിയിലേക്ക് കാര്യങ്ങൾ പോകട്ടെ എന്നുള്ള നിലപാടിലേക്കാണ് പാർട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെ എത്തിച്ചേർന്നത്. ഇതോടുകൂടിയാണ് ഇപ്പോൾ രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയൊരുങ്ങിയത്. ഏതായാലും ഇനി അറിയാനുള്ളത് ഈ ബംഗാളി താരത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിനെതിരെ നിയമ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഗുരുതരമായ ആരോപണമാണ്. അവർ ഇപ്പോഴും പരാതി ഔദ്യോഗികമായി നൽകില്ല എന്നുള്ള വിവരമാണ് ഇപ്പോഴും പങ്കുവയ്ക്കുന്നത്. പക്ഷേ ആ ആരോപണം പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നിയമപരമായി പോലീസ് സുവമോട്ടോ കേസെടുത്ത് രഞ്ജിത്തിനെതിരെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമോ, അതോ ഈ രാജിയിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്.
തീർച്ചയായും 2009-10 കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് മോശമായി പെരുമാറി എന്നുള്ള ഗുരുതരമായ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ബംഗാളി നടിയായ അവർ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. ശ്രീലേഖ മിത്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതെല്ലാം തന്നെ നമ്മൾ കേട്ടതാണ്. അങ്ങനെ വലിയ ചർച്ചകളിലേക്ക് പോയിരുന്നു, വലിയ വിമർശനങ്ങൾ സർക്കാരിന് മേലുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ സമ്മർദ്ദങ്ങൾക്ക് മേൽതാ ഇപ്പോൾ രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നു എന്നുള്ള നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അനന്തൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഒരു രാജിയോടുകൂടി കാര്യങ്ങളെല്ലാം അവസാനിക്കുമോ എന്നുള്ളതാണ്. ഒരു നടി മുന്നിലേക്ക് വന്ന് പേരെടുത്ത് പറഞ്ഞ്, പ്രത്യേകിച്ച് രഞ്ജിത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് വലിയ ആരോപണങ്ങൾ മുന്നിലേക്ക് വെച്ചൊരു കാര്യമാണ്. അപ്പോൾ ഒരു രാജിയോട് കൂടി തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ ഒരുപക്ഷേ പൊതുസമൂഹം പറയുകയില്ല. നടപടി അത് ഏത് വിധത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നായിക ഔദ്യോഗികമായിട്ട് പരാതി നൽകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്.